രണ്ടാം ദിവസവും പാക് സേനയുടെ പ്രകോപനവും ആക്രമണവും എല്ലാം തുടരുകയാണ്. അതിർത്തി മേഖലകളിൽ ശക്തമായ ആക്രമണം പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. അതിലും ശക്തമായ രീതിയിൽ ഇന്ത്യ പ്രതിരോധിക്കുന്നുമുണ്ട്. അതായത് നമ്മളുടെ സൈന്യം നിൽക്കുന്ന മേഖലകളിലേക്ക് കൂടുതൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഡ്രോണുകൾ അയക്കുകയാണ് പാകിസ്ഥാൻ ആദ്യഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മിസൈൽ ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. നമ്മൾ കൃത്യമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവയെല്ലാം തകർക്കുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ പല മിസൈലുകളെയും ഇന്ത്യക്ക് തകർക്കാനായി എന്നുള്ളതാണ് ഏറ്റവും നേട്ടമുണ്ടാക്കുന്ന കാര്യം. രണ്ടാമത് മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരസേനയോട്, അതായത് അതിർത്തിയിൽ നിൽക്കുന്ന സേനയോട് നിരന്തരമായി പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇരിക്കുന്നത്. കനത്ത തിരിച്ചടി പാകിസ്ഥാന് ഇന്ത്യ കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണങ്ങൾക്കെല്ലാം ഇന്ത്യ അതിൻ്റെ ഇരട്ടിക്കിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നത് കൊണ്ട് പാകിസ്ഥാൻ വീണ്ടും വീണ്ടും ഈ പ്രകോപനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അടി കിട്ടിയാൽ മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന ഒരു സാധാരണ ചട്ടമ്പിയുടെ സ്വഭാവമല്ല പാകിസ്ഥാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഏറ്റവും മൂഢമായിട്ടുള്ള ആക്രമണ ശൈലി പാകിസ്ഥാൻ തുടരുന്നുണ്ട്. പാകിസ്ഥാൻ നമ്മുടെ രാജ്യ തലസ്ഥാനത്തെ പോലും ലക്ഷ്യം വെക്കുന്നു എന്നാണ് പാക് മാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ ലക്ഷ്യം വെക്കലുകളൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയുള്ളൂ, ഇങ്ങോട്ടൊന്നും എത്തില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ത്യയുടെ ശക്തമായ പ്രഹരം ഇനിയും പാകിസ്ഥാൻ എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു സമ്പൂർണ്ണമായ യുദ്ധം നടന്നാൽ പാകിസ്ഥാന് 4 ദിവസം മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്ന വ്യോമാക്രമണമാണ്. ആകാശമാർഗമുള്ള മിസൈലുകൾ, ഡ്രോണുകൾ, പോർവിമാനങ്ങൾ എന്നിവ ഉപയോഗിച്ചുള്ള ആക്രമണം. ഈ ആക്രമണങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. കാരണം ഈ പടക്കോപ്പുകളെല്ലാം തന്നെ തീർന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങൾ വളരെ കുറവുമാണ്. അഥവാ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അവയൊക്കെ ഫലപ്രദമായി ഉപയോഗിക്കാനും പാകിസ്ഥാന് കഴിയുന്നില്ല. കാരണം ചൈന നൽകിയ മിസൈലുകൾ പലതും ഇന്ത്യയിലേക്ക് എത്തിയില്ല എന്ന് മാത്രമല്ല, ലക്ഷ്യസ്ഥാനം തെറ്റിയാണ് അവ പലപ്പോഴും സഞ്ചരിക്കുന്നത്. പാകിസ്ഥാന് ഇക്കാര്യത്തിനകത്ത് നിയന്ത്രിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതും വലിയ നഷ്ടമാണ്. ആഭ്യന്തരമായി പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്നു. ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനറൽ എവിടെയാണ്, സൈനിക മേധാവി എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിവരവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. പോരാത്തവര് ആഭ്യന്തര പ്രശ്നവും കലാപവും രൂക്ഷമായിരിക്കുന്നു. ബലൂചിസ്ഥാനിലെ സൈനിക മൂവ്മെൻറ്റുകൾക്കെല്ലാം തന്നെ തടയിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാൻ ഒരു അതിർത്തി രൂപീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതായത് ബലൂചിസ്ഥാനും പാകിസ്ഥാനും ഇടയിൽ ഒരു അതിർത്തിക്ക് സമാനമായ പ്രദേശം ബലൂചിസ്ഥാൻ രൂപപ്പെടുത്തിയിരിക്കുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആ പ്രദേശങ്ങളെല്ലാം കൈയടക്കി അതിനപ്പുറത്തേക്ക് ഒരു നിയന്ത്രണ രേഖ സ്ഥാപിച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ ആർമി കടക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു മേഖല തിരിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ പാകിസ്ഥാൻ ഒരു കാരണവശാലും അതിനകത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. കാരണം ഇപ്പോഴത്തെ അവരുടെ സൈനിക ശേഷി തുച്ഛമാണ്. എന്തുകൊണ്ടെന്നാൽ അവർ സൈന്യം അതിർത്തിയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൊണ്ട് ബലൂചിസ്ഥാനിലേക്ക് നോക്കാൻ ഇപ്പോൾ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതേ സമയത്ത് തന്നെ പാകിസ്ഥാൻ്റെ വടക്കൻ മേഖലയിൽ അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ശക്തമായ ആക്രമണം കഴിഞ്ഞ ദിവസം രാത്രിയിലും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സൈന്യം നടത്തിയിട്ടുണ്ട്. ആ ആക്രമണത്തിൽ പാകിസ്ഥാന് വലിയ ആളപായം ഉണ്ടായിട്ടില്ലെങ്കിലും വലിയ നാശനഷ്ടം ഉണ്ടായതായി ചില റിപ്പോർട്ടുകളുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ, അതായത് സ്ഥിരമായി അവിടെ ഉണ്ടാകുന്ന സംഘർഷങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോഴവിടെ സംഭവിച്ചിരിക്കുന്നത്, അല്ലാതെ ഇപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായി അല്ല എന്ന് പറയുന്നു. എന്നിരുന്നാലും ശരി തന്നെ അങ്ങനെ ഒരു പ്രതിസന്ധി കൂടി പാകിസ്ഥാന് രൂക്ഷമാവുകയാണെങ്കിൽ, രണ്ട് വശത്തു നിന്നുള്ള ആക്രമണം രൂക്ഷമാവുകയാണെങ്കിൽ അത് പാകിസ്ഥാൻ്റെ സൈനിക ബലത്തെ സാരമായി തന്നെ ബാധിക്കും. നിലവിൽ തന്നെ സൈന്യത്തിന് മുന്നോട്ട് നീങ്ങാനാകുന്നില്ല. അതുകൊണ്ടാണ് പാകിസ്ഥാൻ കരയുദ്ധം നടത്താത്തത് എന്ന ഒരു അനാലിസിസാണ് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത്. കാരണം പാകിസ്ഥാന് വ്യോമ ആക്രമണം തുടരുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന കരസേനയെ മുന്നോട്ട് നയിക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്നാൽ പാകിസ്ഥാന് ഒരേ സമയം ഇവയെ രണ്ടിനെയും മുന്നോട്ട് നയിച്ചാൽ പിടിച്ചു നിൽക്കാനുള്ള ശേഷി, സാമ്പത്തികമായും ആയുധമായും ഒക്കെ ശേഷി തൽക്കാലം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിന് നമുക്കൊരു ചെറിയ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമെന്നാൽ IMF $100 കോടി പാകിസ്ഥാന് ആദ്യ ഗഡുവായി ധനമായി സഹായം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ ശക്തമായി ഇതിനെ എതിർത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഈ നീക്കവുമായി IMF മുമ്പോട്ട് പോവുകയാണെങ്കിൽ
എന്താവും കാര്യങ്ങൾ എന്നുള്ളത് കുറച്ച് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. എന്തായാലും ഇന്ത്യയോട് അധികം പിടിച്ചു നിൽക്കാനൊന്നും പാകിസ്ഥാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് പാകിസ്ഥാന് ഈ പറയുന്ന ആക്രമണ നീക്കങ്ങളെ ചെറുക്കുന്നതിനോടൊപ്പം തന്നെ ശക്തമായി പ്രതിരോധിക്കുന്നതിനോടൊപ്പം തന്നെ പാകിസ്ഥാന് കൃത്യമായ മറുപടികൾ രാജ്യത്തിനകത്ത് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇന്ത്യ അങ്ങനെ ഒരു നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല. ആ രാജ്യത്തിനകത്ത് സൈനിക കേന്ദ്രങ്ങളല്ലാതെ മറ്റൊരു കേന്ദ്രങ്ങളിലേക്കും ആക്രമണം ഇന്ത്യ ഇതുവരെ നടത്തിയില്ല. പക്ഷേ അതൊരു പടി കൂടി കടന്ന് ഇന്ത്യക്ക് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. കാരണം ഇല്ലാതെ പാകിസ്ഥാൻ പാഠം പഠിക്കില്ല, അവരടങ്ങിയിരിക്കില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കയറി അടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇവിടെ നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം തന്നെ ഈ സമയത്ത് അതിർത്തിയിലെ ജനങ്ങൾ ദുഃഖത്തിലാണ്, ദുരിതത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചാരണം നടത്തുന്നുണ്ട്. നമ്മുടെ ബുദ്ധിജീവികളൊക്കെ അറിയാമല്ലോ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നല്ല. അങ്ങനെയുള്ള ബുദ്ധിജീവികളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് നേർ വിപരീതമായ വാർത്തയാണ് ഈ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നത്. അതിർത്തിയിലെ ജനങ്ങൾ സൈന്യത്തോട് നന്ദി പറയുകയാണ്. ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും ഈ വാർത്തകൾ കവർ ചെയ്തിട്ടുണ്ട്. അതിർത്തിയിലെ ജനങ്ങൾ നമ്മുടെ സൈന്യത്തോട് നന്ദി പറയുന്നതിൻ്റെ വാർത്തകൾ മിക്കവാറുമുള്ള എല്ലാ ചാനലുകളും ഓൺലൈൻ വെബ്സൈറ്റുകളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ അതിർത്തി ഗ്രാമമായ ഉറിയിലാണ് ഈ പറയുന്ന ഷെല്ലാക്രമണത്തിൽ അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന സൈന്യത്തോട് അവിടുത്തെ ജനങ്ങൾ നന്ദിയോടുകൂടി നിൽക്കുന്നത്. അവർ തന്നെ പറയുന്നു പാകിസ്ഥാന് ശക്തമായ മറുപടി കൊടുക്കണം, പാകിസ്ഥാൻ്റെ ആക്രമണത്തെ ഇല്ലാതാക്കണമെന്ന്. നമ്മൾ പറയട്ടെ, നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ബുദ്ധിജീവികളെല്ലാം പറയുന്നത് എന്താണ്? ദുരിതം അനുഭവിക്കുന്നവരാണ്. ശരിയാണ്, അവർ ദുരിതം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ദുരിതങ്ങളും സഹിച്ച് അവർ രാജ്യത്തിനൊപ്പം നിൽക്കുകയാണ്. ഇവിടെ ഈ ഒരു ദുരിതവും സഹിക്കാത്ത ബുദ്ധിജീവികൾ രാജ്യത്തിനും സൈന്യത്തിനും എതിരായിട്ട്, സൈന്യത്തെ അപകീർത്തിപ്പെടുത്താനായിട്ട് ഒക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ചില വെബ്സൈറ്റുകളും ചാനലുകളും എല്ലാം പൂട്ടിപ്പോയതിൻ്റെ കാരണവും ഇതേ ദേശവിരുദ്ധത കൊണ്ടാണ്. നമുക്കറിയാം, ജമ്മുവിനെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ തൊടുത്ത കാമിക്കാസ് ഡ്രോണുകളും മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്ത ഇന്ത്യൻ സൈന്യത്തിന് നന്ദി പറഞ്ഞ് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ വീടുകളിൽ പതിക്കേണ്ടിയിരുന്ന ഡ്രോണുകളും മിസൈലുകളുമാണ് ഇന്ത്യ തകർത്തത്. അതിലെ നന്ദിയാണ് അവർക്കുള്ളത്. അവിടെ ഷെല്ലാക്രമണം ഉണ്ടായിട്ടുണ്ട്. ഷെല്ലാക്രമണത്തിൽ ചില വീടുകൾക്കെല്ലാം കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. 9 കോറിൻ്റെ നേതൃത്വത്തിൽ ജമ്മുവിനെ സംരക്ഷിക്കുന്ന ടൈഗർ ഡിവിഷൻ എന്ന് വിളിപ്പേരുള്ള 26 ഇൻഫൻട്രി ഡിവിഷൻ്റെ നേതൃത്വത്തിലാണ് വ്യോമ പ്രതിരോധ സംവിധാനം നയിച്ചത്. പാകിസ്ഥാൻ്റെ ആക്രമണത്തിൽ നിന്ന് ജമ്മുവിനെ രക്ഷിച്ച സായുധ സേനയോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും പാക് ഡ്രോണുകൾ തകർക്കാൻ കഴിയുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നും ഖർഖൽ നിവാസികളായ ജനങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ദേശീയ മാധ്യമങ്ങൾ പാകിസ്ഥാനിൽ നിന്നുള്ള 8 മിസൈലുകൾ സത്വാരി, സാംബ, ആർഎസ്പുര, അർണിയ എന്നിവിടങ്ങളിൽ ലക്ഷ്യമായാണ് വന്നത്. എല്ലാ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ നമ്മളതിനെല്ലാം തകർത്ത് കളഞ്ഞു. ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണ ശൈലി പോലെയാണ് തോന്നിയതെന്ന് സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നു. അതായത് ഹമാസ് ഇസ്രയേലിന് നേരെ നടത്തുന്ന ആക്രമണം നമുക്കറിയാം. 100 കണക്കിന് 1000 റോക്കറ്റുകളും മിസൈലുകളും ഒരേ സമയം അയക്കുകയാണ് ഹമാസ് ചെയ്യുന്നത്. അതേ രീതിയിലുള്ള ആക്രമണ ശൈലി തന്നെയാണ്. കാരണം രണ്ടുപേരും തീവ്രവാദികളാണ്. ഒരേ തീവ്രവാദ സ്വഭാവം, ഒരേ ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുന്ന 2 രാജ്യങ്ങളാണ് ഈ പറയുന്ന ഹമാസ് എന്ന് പറയുന്ന സംഘടന, ഭീകര സംഘടനയും ഈ പറയുന്ന പാകിസ്ഥാനും. രണ്ടുപേരും ഭീകരവാദികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആക്രമണ ശൈലിയൊക്കെ ഒരുപോലെ തന്നെയാണ്. എന്തായാലും പാകിസ്ഥാന് കനത്ത പ്രഹരം കൊടുക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിലെ അതിർത്തിയിലുള്ള ജനങ്ങളെല്ലാം തന്നെ സൈന്യത്തോടൊപ്പം നിൽക്കുന്നുണ്ട്. ഇന്ത്യ ഒറ്റക്കെട്ടായി ഈ ആക്രമണത്തെയെല്ലാം ചെറുത്തു തോൽപ്പിക്കുന്നുമുണ്ട്. ഇവിടെയുള്ള ചില ബുദ്ധിജീവികൾക്കും ഈ പറയുന്ന ദേശവിരുദ്ധരായ ആൾക്കാർക്കും മാത്രമാണ് സൈന്യം പരാജയപ്പെടണമെന്നും നമ്മൾ പിന്നോക്കം പോകണമെന്നും യുദ്ധത്തിൽ മുന്നേറ്റം ഉണ്ടാക്കരുതെന്നുമുള്ള ദിവാസ്വപ്നം കാണുന്നത്. ബാക്കിയുള്ള സജ്ജനങ്ങളെല്ലാം തന്നെ സൈന്യത്തിനൊപ്പവും രാജ്യത്തിനൊപ്പവുമാണ്. നമുക്ക് യുദ്ധമല്ല ആവശ്യം, നമുക്ക് സമാധാനമാണ്. എങ്കിലും പ്രതിരോധം എന്നുള്ളത് നമ്മളുടെ അടിസ്ഥാന ആവശ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.